കാലം മാറിയാലും കോലം മാറിയാലും സ്വഭാവം മാറൂല എന്നാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ, നമുക്ക് നല്ലപോലെ അറിയാം അയാൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം എന്താണ്, അയാൾ എന്താണെന്നൊക്കെ. എന്നിട്ടും നമ്മൾ അയാളെ എന്ത് ചെയ്യുക, ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ്. ജീവിതം എന്ന് പറയുന്നത് സമാധാനക്കേട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സമാധാനം കെടുത്തിയിട്ട് നമ്മളെന്ത് ചെയ്യുക, സന്തോഷിക്കാൻ വേണ്ടി നിന്നാൽ അതിൽ നമുക്ക് സന്തോഷം കിട്ടത്തില്ല. ജീവിതം ആർക്കും കാണിച്ചു കൊടുക്കാനുള്ളതോ മറ്റൊരാളുടെ തോൽവിക്ക് കാണാൻ വേണ്ടിയിട്ട് നിൽക്കാനുള്ളതൊന്നുമില്ല. നമുക്ക് ഒരാളെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മൾ ചിന്തിച്ചും നോക്കിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരാളെ ചൂസ് ചെയ്യുക. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് കാണുന്നവരോടൊക്കെ ഇഷ്ടം തോന്നും, പക്ഷേ ഫ്യൂച്ചറിൽ അങ്ങനെ തന്നെ നിങ്ങൾ കൊണ്ടുവരുത്. എന്താ പറയുക, ഒരാളെ നോക്കുക അല്ലെങ്കിൽ ഒരാളെ കെട്ടുക, അത് മാറിയിട്ട് രണ്ടാമത്തെ ആളെ കെട്ടുക, മൂന്നാമത്തെ ആളെ കെട്ടുക. നമ്മളൊക്കെ ഇസ്ലാമിൽ 4 ആളെ കെട്ടാന്ന് പറയുന്നുണ്ട്, 4 ഭാര്യമാരുണ്ടാവാം. പക്ഷെ അത് എങ്ങനെയുള്ള ആൾക്കാർക്കാണ്? ഡിവോഴ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കല്ല, മറിച്ച് തൻ്റെ ഭാര്യയെ അതിമനോഹരമായിട്ട് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അവളുടെ സമ്മതം ഉണ്ടെങ്കിൽ 4 സ്ത്രീകൾ എന്ത് ചെയ്യുക, വിവാഹം ചെയ്യാം.